ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നുമല്ല കേട്ടോ, കൃഷിയല്ല, വിളവെടുപ്പുണ്ട്. ഇന്ന് ഞാൻ വരുന്നത് എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഞാൻ എങ്ങനെയാണ് ഉല്ലാസാക്കുന്നതും ആഘോഷമാക്കി മാറ്റുന്നത് എന്നുള്ളത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. കുറേ പേര് നമ്മളെ കുടുംബത്തിൽ, നമ്മളെ യൂട്യൂബ് കുടുംബത്തിൽ റിട്ടയർമെൻറ്റ് ആൾക്കാരുണ്ട്, കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അവരും റിട്ടയർമെൻറ്റ് മാത്രമല്ല, ഒരു സീനിയറായി കഴിഞ്ഞാൽ, സീനിയർ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ജീവിതം നല്ല ഉല്ലാസമാക്കി മാറ്റുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതം ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ, ആ ഇരുന്ന് പോവും. നമുക്ക് റിട്ടയർമെൻറ്റ് വരെ നമ്മൾ എന്താണെന്നറിയോ, അടിപൊളി രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കള പണിയെടുക്കുന്നു, ഓടുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു, കുട്ടികളെ നോക്കുന്നു. രമ്മോ പറയണ്ട. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് കൊല്ലങ്ങളും കഴിഞ്ഞ് നമ്മൾ റിട്ടയർമെൻറ്റും ആയിക്കഴിഞ്ഞ് നമ്മൾ ഹാവൂന്ന് അറിയും നമ്മളില്ലേ. അങ്ങനെ ഹാവൂന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ആ ഇരുത്തത്തിലായി പോവും, നമ്മളെ ഒന്നിനും പറ്റാണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഒരു രസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ കൃഷിയിലോട്ടൊക്കെ അങ്ങ് ഏർപ്പെട്ടാലുണ്ടല്ലോ, നമ്മളെ ജീവിതം എന്തൊരു ഹരമായിരിക്കും എന്നറിയോ. അപ്പം ഞാൻ തിരഞ്ഞെടുത്ത എന്താ അറിയുക, കൃഷിയാണ്. ഞാൻ ഓരോന്ന് കൃഷി നടും. പച്ചക്കറി ഉണ്ട്, പൂക്കളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, അതിന് ഫ്രൂട്ട്സ് എല്ലാം, കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം. കൂടുതൽ വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നുമില്ല, നമ്മളാവശ്യത്തിന് വിഷരഹിത പച്ചക്കറിയും കഴിക്കുക. കുറച്ചൊക്കെ ലാഭം കിട്ടും, കുറച്ചൊക്കെ പണിയെടുക്കും, ആരോഗ്യം കിട്ടും, മാനസിക ഉല്ലാസം കിട്ടും, ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ. അപ്പം ഞാൻ എൻ്റെ പൂക്കളെ കാണിച്ചു തരാം ഫസ്റ്റിൽ കേട്ടോ. നമ്മളില്ലേ വീട്ടുമുറ്റത്ത്, വീട് ചെറുതായാലും ശരി, വീട്ടിൽ മുറ്റം നിറയെ പൂന്തോട്ടം പിടിപ്പിച്ചാലുണ്ടല്ലോ, ആ വീടിന് തന്നെ ഒരു അഴകാ, ഒരു രസമാണ്. പിന്നെ പൂന്തോട്ടം പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അത് പൂക്കൾ കാണുമ്പോൾ ഒരു മാനസിക ഉല്ലാസം, ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ നമുക്കൊരു തണുപ്പാണ്, വീടിൻ്റെ അകത്തേക്കൊക്കെ ഒരു തണുപ്പായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പൂക്കളിടയിൽ ഇങ്ങനെ ഇടപഴകുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു വ്യായാമം കൂടിയാണ്. പിന്നെ അതും മാത്രമല്ല, ശുദ്ധവായുവാണ്. ശുദ്ധവായു എന്ന് പറഞ്ഞാൽ ഇവർ ഓക്സിജൻ പുറത്തേക്ക് വിടും, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് നല്ല ശുദ്ധവായു. ഇതെൻ്റെ നാടൻ ബാൾസം. നാടൻ ബാൾസമൊക്കെ നോക്കി, വെള്ളപ്പൂവൊക്കെ എന്ത് രസം അറിയോ. പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കമ്പ് കൊണ്ടുവരും, നഴ്സറി പോയിട്ട് ചെടി വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് ഇതൊക്കെ നമുക്ക് ഉഷാറാക്കി ഉണ്ടാക്കാണ്ട്. ബാൾസം ഒന്നിച്ച് നിൽക്കുമ്പോൾ ഡെയ്സി, പിന്നെ മഞ്ഞപ്പൂ, കുറേ സ്ഥലം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് നല്ല രസമായിരിക്കും. നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് നടാം. ഇത് കുറഞ്ഞ സ്ഥലം ഇടുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ജെറേനിയ കാണിച്ചു തരാം. ഇതൊക്കെ എൻ്റെ ജെറേനിയം. ഇത് എൻ്റെ ജെറേനിയം. ഈ ജെറേനിയ കട്ട ചോപ്പില്ലേ, ഇത് നമ്മൾ കമ്പ് നട്ടിട്ട്, എല്ലാ ചെടികൾക്കും ഒരേ സ്വഭാവമല്ല. ഇതിന് കമ്പ് പൊട്ടിച്ചിട്ട് നടുന്നതാണ്. നടുന്നത് നമുക്ക് ഇങ്ങനെ ഉണ്ടായി വലുതായി പൂ വിരിഞ്ഞ് കരിഞ്ഞ പൂവ് അങ്ങ് വെട്ടിക്കൊടുക്കണം. ചെടിയെ നമ്മൾ നല്ല വൃത്തി കൊണ്ടു നടക്കണം, എന്നാൽ നന്നായിട്ട് പൂവിടും. ഇതെല്ലാം കരിഞ്ഞു കേട്ടോ. ഇത് ഓരോ ദിവസം ഓരോ കണ്ടുപിടുത്തം. എനിക്കത് രസമാണ്, കണ്ടുപിടുത്തം മറ്റുള്ളവരെ പങ്കുവെക്കുന്ന എനിക്ക് രസമാണ്. ഇത് ഞാൻ പൂ ബോൾ ഉണ്ടാക്കുക. ഞാൻ 10 മണി കൊണ്ട് ഇന്നലെ നട്ടതാ, ഇന്നിതാ വിരിഞ്ഞു കണ്ടോ. 10 മണിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, വേര് വരുന്നതിന് മുമ്പേ വിരിയൽ കഴിയും കേട്ടോ. ഈ ചുവപ്പ റോസ്, ഇനി മഞ്ഞ, അങ്ങ് നിറയെ ബോള് പോലെ ഈ പാത്രം തന്നെ കാണാത്ത രീതിയിലാവും. ഇതൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അലോവേര കേട്ടോ, കറ്റാർവാഴ നമ്മൾ ചെടി നടുന്നവർക്കൊക്കെ നിർബന്ധമായിട്ട് നടേണ്ടി ഒന്നാ. കാരണം ഇതിൻ്റെ ജെല്ല് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട്, എന്തെങ്കിലും ചെടി കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കാൻ ഇതിൻ്റെ ജെല്ല് നിർബന്ധമാണ്. അപ്പം കറ്റാർവാഴ നമുക്ക് ആവശ്യമുള്ളൊരു കണ്ടോ. അത് ഡ്രാഗൺ. എനിക്ക് ഡ്രാഗൺ ഇല്ലായിരുന്നു കേട്ടോ. ഓരോരുത്തർ ഡ്രാഗൺ ഇങ്ങനെ വിളവെടുക്കി കാണുമ്പോൾ കൊതിയാവും കേട്ടോ. അന്നേരം ഞാൻ ഈ ഡ്രാഗൺ ഒരു കമ്പ് ഇടുന്ന വാങ്ങിക്കൊണ്ടുവന്ന് മുളപ്പിച്ചതാ കണ്ടോ. അതൊക്കെ ചെറിയ ലീഫ് ഉണ്ടാകുന്നത് കണ്ടോ. നമുക്കെല്ലാം പിടിപ്പിക്കണമല്ലോ, അത് രസമാണ് എല്ലാം പിടിപ്പിച്ചുണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഞാൻ രസകരമാക്കുന്നത്. പൂക്കളെ പിടിപ്പിക്കുക. ഇനി പച്ചക്കറീൻ്റെ അടുത്തേക്ക് എൻ്റെ വിശ്രമ ജീവിതം രസകരമാക്കാൻ വേണ്ടി ഞാൻ പൂന്തോട്ടം പിടിപ്പിച്ചത് കണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ് പൂന്തോട്ടം. ഈ പൂന്തോട്ടം പിടിപ്പിച്ചിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങാൻ പറ്റില്ല. എന്താ അറിയോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അതിൽ പുല്ല് പറിക്കണോ, അത് നനച്ച് കൊടുക്കണോ, പിന്നെ പൂക്കളെ തിന്ന് തീർക്കാൻ എന്തെങ്കിലും പുഴുക്കൾ വരും, അതിനൊക്കെ എടുത്ത് മാറ്റണം, മരുന്നടിക്കണം, ഒക്കെ ചെയ്യണം. ഒക്കെ രസമായിട്ട് കാണുന്നവർക്ക് നല്ല രസമാണ്, ഹരാക്കി എടുക്കുക.
ഇനി നമ്മൾ പച്ചക്കറി, എൻ്റെ പച്ചക്കറിയിലോട്ട് പോവാം കേട്ടോ. എന്നാ വരി, ഇതെൻ്റെ പച്ചക്കറി ക്യാബേജ് നോക്കുണ്ടായത്. ക്യാബേജ് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ നട്ടുണ്ടാക്കി നമുക്ക് വിഷരഹിത പച്ചക്കറി നമുക്ക് വിളവെടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ അടിപൊളി ഒരു പച്ചക്കറിയിൽ ക്യാബേജ് വിളവെടുത്ത് മൊത്തം വിളവെടുക്കണ്ടല്ലേ, നമ്മളെ മുറ്റത്തുള്ളതല്ലേ, ആവശ്യത്തിനുള്ളെങ്കിൽ കാണിച്ചു നിന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ക്യാബേജ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ കുറ്റിയില്ലേ, ഈ കുറ്റി നമ്മൾ അവിടെ വെക്കണം കേട്ടോ. ഓരോ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കുറ്റി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റിയിൽ ചുറ്റും തൈകൾ വരും, ക്യാബേജിൻ്റെ തൈകൾ വരും. അങ്ങനെ ആ തൈകൾ വന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ തൈകൾ വന്ന് കണ്ടോ, ഇത് ഞാൻ വിളവെടുത്തതായിരുന്നു. തൈകൾ തന്ന് കണ്ടോ, 1 2 3 4 5 ഇഷ്ടം പോലെ തൈകൾ വന്ന് ആ തൈകൾ നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ ഒരു പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി മണ്ണ് നിറച്ച് അതിലേക്ക് കുത്തി വെച്ച് തണലത്ത് വെച്ചാൽ അത് നിറയെ വേര് വരും, ഓരോന്നിനും വേര് വരും. അത് കൊണ്ടുപോയി നട്ടത്, അങ്ങനെ നട്ടത് അതെല്ലാം അങ്ങനെ. അതുകൊണ്ട് എൻ്റെ ക്യാബേജ് ഒരേ പ്രായക്കാരല്ല, ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിന് അങ്ങനെയാ. ഇതാ ഇതും കൂടി ഇങ്ങ് വിളവെടുക്കട്ടെ. ഞാൻ ക്യാബേജ് മൂപ്പെത്തിന് അങ്ങനെ ഒന്ന് 2 ക്യാബേജ് വിളവെടുത്തു. നമുക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കുക. നമ്മൾ മരുന്നടിച്ച് കഴിക്കണ്ടല്ലോ, മരുന്നടിച്ച് കഴിച്ച് ആശുപത്രി കൊണ്ടുപോയി കൊടുക്കണ്ടല്ലോ പൈസ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ 5 മിനിറ്റ് ഇങ്ങോട്ട് ഇറങ്ങിന്ന നല്ല ഫ്രഷ് ക്യാബേജ് പച്ചക്കറി കഴിക്കാമല്ലോ. അത് ഇവിടെ വെക്കട്ടെ. അടുത്ത് വഴുതിന എല്ലാം നമ്മൾ കൃഷി ചെയ്യണം. വഴുതിന ഉണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട് വഴുതിന കുറേ പച്ചക്കറി ഉള്ളത് കൊണ്ട് എന്താക്കുന്നറിയാം, നമ്മൾ പിന്നെ വിളവെടുക്കാൻ താമസിച്ചോ മൂത്തു പോവുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കിയ വഴുതിന മാത്രമല്ല, ക്യാബേജിക്കും ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. ഇത് നമുക്ക് പച്ചമുളക് ആണ് ആവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ വിളവെടുക്കലുള്ളൂ കേട്ടോ. നമ്മൾ കുറേ വിളവെടുത്ത് കൊണ്ട് എന്തിനാണ് നാശാക്കുന്നത്. അങ്ങനെ താമസിച്ച് പോയിട്ടെല്ലാം പഴുത്തും പോകുന്നുണ്ട്. പഴുത്താൽ നമ്മൾ എടുത്തു വെച്ചാൽ അത് ഉണക്കിയിട്ട് പൊടിപ്പിക്കുന്നതിലൊക്കെ ഉണ്ടാലോ നമുക്ക്. ഇങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ചാൽ എന്ത് രസമാണെന്നറിയാം. ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കാൻ ദിവസം പോകുന്നതറിയില്ല. അടിപൊളിയായിട്ടിതാ ഇതിൻ്റെ എൻ്റെ ഇടയിൽ നിത്യവഴുതന എൻ്റെ അടുക്ക് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മുളക് ഇതൊക്കെ പഴുത്തു പോയി താമസിച്ചിട്ട്. ഞാൻ 2 എണ്ണേ വിളവെടുക്കുന്നുള്ളൂ. പച്ച എന്താന്ന് പറഞ്ഞാൽ ആവശ്യം വരുമ്പോൾ മാത്രം മതി. അടുത്തത് കുറ്റി കുരുമുളക്. ഈ കുറ്റി കുരുമുളകിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഏത് സമയത്തിന് സീസണില്ല, എപ്പം കായ്ക്കും. നമുക്ക് മീൻകറിയൊക്കെ വെക്കുമ്പോൾ മുളക് ഇടണം തോന്നി നമുക്ക് ഈ കുറ്റി കുരുമുളക് ഇട്ട് കറി വെക്കുന്ന രസമല്ലേ, അത് നമുക്ക് ഇവിടുന്ന് അങ്ങ് വിളവെടുക്കുക. അത്രയ്ക്ക് ഈസിയാണ് ഇത് നട്ടുപിടിപ്പിച്ചാൽ. ഞാനങ്ങനെ കുറേ വിളവെടുത്ത് ഉണക്കിയ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഉണക്കിയ ഉണ്ട് കയ്യിൽ. ഇതാ ഇത്രയും. ഇതെന്താ അറിയോ, ചുവന്ന ചീര ഞാൻ വെർട്ടിക്കലായിട്ടാണ് നട്ടത്. കണ്ടോ, ഒക്കെ ഓരോ ഐഡിയ നട്ടു നോക്കലാണ്. എന്നിട്ട് ഞാൻ മറ്റുള്ളവർക്ക് പങ്ക് വെക്കും. അവർ നട്ടോട്ടെ, ഞാൻ നട്ട അതുപോലെ കൃഷി ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അടിയിൽ നിന്നൊക്കെ മുളച്ചിണ്ടായി കണ്ടോ. ഇതവിടെ നിൽക്കട്ടെ, നിന്ന് വിളവെടുക്കുന്നില്ല, ഞാൻ പച്ച വിളവെടുക്കുന്നത്. നമുക്ക് ഈ ചീരയൊക്കെ നടാൻ പുതിയ ഐഡിയകൾ കാണിച്ചു തരണോ. ഞാൻ ഒരു ചാക്കെടുത്ത് നിറയെ എൻ്റെ കൃഷിക്ക് നടാൻ 5 പൈസ ചില്ലിക്കാശ് മുടക്കാത്ത കൃഷിയാണല്ലോ. അപ്പോൾ ഈ ചാക്കെടുത്തിട്ട് കരിയില കുത്തി നിറച്ചിട്ട് കുറച്ച് മണ്ണ് ഇട്ടിട്ട് ഇങ്ങനെ 5 ഹോൾസ് കിടത്തി 5 ഹോൾസ് ഉണ്ടാക്കി നട്ടിട്ട് കണ്ടോ എൻ്റെ ചീര ഉണ്ടായത് കണ്ടോ, എന്താ അടിപൊളി. ഇതൊന്ന് വിളവെടുക്കുന്നില്ല, പച്ചച്ചീര വിളവെടുക്കുന്നത് കേട്ടോ. എനിക്ക് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ വിളവെടുത്ത് നാശാക്കാനില്ല. ഏതായാലും പെൻഷനായിട്ട് വീട്ടിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഓരോ ഐഡിയ എങ്ങനെ പ്രയോഗിക്കും. അപ്പോൾ അത് വിജയിച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കും. അതൊരു പ്രചോദനമായിട്ട് എല്ലാവരും നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കാണുമ്പോൾ ഒരു ഇല വരുമ്പോൾ പൂ വരുമ്പോൾ ഒക്കെ രസമാണല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ ഒരു മീൻകൊട്ട എടുത്തിട്ട് മീൻകൊട്ട ചുറ്റും ഹോൾസാണല്ലോ, എന്നിട്ട് അതിൽ ചുറ്റും പച്ചച്ചീര നട്ട്, അടിയിൽ അത് നട്ട് സൈഡ് ഹോൾസ് പച്ചച്ചീര നട്ട്, നടുവിൽ ചുവന്ന ചീര നട്ട്. നോക്ക് ഉണ്ടായത് നോക്ക്, കണ്ടോ എന്താ അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ കാണിക്കുന്നു കേട്ടോ. എനിക്കിതൊക്കെ നല്ല രസമാണ്. പച്ചച്ചീര വിളവെടുക്കുക. നമ്മൾ പ്രായമാവും തോറും നമ്മളെ ഫുഡിൽ ചീരവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ.
അത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് വൈറസ് സംബന്ധമായ അസുഖങ്ങളൊക്കെ പലതും വരും. അതിനൊക്കെ ബെറ്ററാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീര കഴിക്കുക. പിന്നെ വെട്ടിയത് കണ്ടില്ലേ, അതിൻ്റെ കാമ്പ് കഴിക്കുക. അതൊക്കെ എന്ത് നല്ല മരുന്നാണെന്നറിയോ. ഇതിനൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ട, നല്ല ഫ്രഷാണ്. ഇത് താമസിച്ച് പോയാൽ പൂ വരും. പൂ വന്നു കഴിഞ്ഞാൽ മുരടിച്ച് പോയില്ല, വീതി കുറഞ്ഞു പോവും. വേഗം വിളവെടുക്കണം. ഇത് പച്ചച്ചീര വിളവെടുക്കുക. ഞാൻ ഒരു 2-3 മണിക്കൂർ തോട്ടത്തിലോട്ട് ഇറങ്ങല. തോട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ മുറ്റം, എനിക്ക് അധികം സ്ഥലമൊന്നുമില്ല. ഇനി അപ്പുറത്ത് എടുക്കട്ടെ. ഞാൻ കരിയിലേൽ എന്താ പച്ചച്ചീര നട്ടിട്ടുണ്ടായത് കണ്ടോ, എന്താ ഉഷാറിലുണ്ടായത്. ഇത് എൻ്റെ ഗേറ്റിൻ്റെ പുറത്താണ്, വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി നടല. ഞാൻ ഇതിനൊക്കെ വെയിൽ വേണം. ഇതെൻ്റെ ബീറ്റ്റൂട്ടാട്ടോ. ബീറ്റ്റൂട്ട് ഉണ്ടാകുന്നത് കണ്ടോ, ഇല ഉണ്ടാകുന്നേ ഉള്ളൂ, കായ അടിയിലാണല്ലോ, അതിൻ്റെ കിഴങ്ങ് അടിയിലാണല്ലോ. ഇതാ 1, 2, 3 ഇതൊക്കെ ബീറ്റ്റൂട്ട്. എനിക്ക് നല്ല രസമാണ് അവരൊക്കെ വളർന്ന് ഇങ്ങനെ കണ്ട് നിൽക്കാൻ, അടിപൊളിയാണ്. ഇത് നിത്യവഴുതിന. നിത്യവഴുതിന എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ നിത്യം കായ്ക്കും. നമുക്കൊരു തോരൻ. ഇതിന് നിത്യവഴുതനൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും കായ്ച്ചുകൊണ്ട് നിൽക്കും. കായ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂപ്പത്തി അതിന് ഒന്നിനും പറ്റില്ല, വേഗം പറിച്ചിട്ട് തോരൻ വെച്ചോളണം. ഇങ്ങനെ തപ്പി തപ്പി പറിക്കണം. ഇത് കുഞ്ഞാണ്, ഞാൻ വലുത് കാണിച്ചു തരാം. ഇവിടെ നിൽക്കാൻ സൗകര്യതാ. ഇതെല്ലാം കണ്ടില്ല, നിത്യവഴുതന കാണാത്ത കുറേ പേരുണ്ട് നമ്മളെ കുടുംബത്തിൽ. ഇങ്ങനെ പറിച്ചതിനൊക്കെ പോവാൻ നല്ല വള്ളി വേണം. വള്ളിക്ക് സൗകര്യം വേണം. നല്ല വെയിലും സ്ഥലമുള്ളവർക്ക് സൂപ്പറാട്ടോ. ഇതാണ് നിത്യവഴുതന. പൂവ് കാണിച്ചു തരും നിങ്ങളൊന്ന്, ഒരു പരിചയപ്പെടുത്തൽ. ചിലവർ കണ്ടിട്ടില്ല എന്നാലും. പൂ വൈകുന്നേരം ആകുമ്പോൾ കൂടിപ്പൂ ഏടിയില്ല. അതാ കണ്ടോ നിത്യവഴുതനൻ്റെ പൂവ്. ഇതാ നിത്യവഴുതനൻ്റെ പൂവ്. ഒരു തോരനുള്ളത് ഞാൻ വിളവെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെല്ലാം എൻ്റെ തക്കാളിയാട്ടോ. തക്കാളി കണ്ടോ, ഇവിടെ ഇവിടെ ഒന്ന് പഴുത്ത കണ്ടല്ലോ. വിളവെടുക്കാം. ഇവിടെ ഒരു പഴുത്ത തക്കാളി കണ്ട്. അപ്പം പഴുത്തൊക്കെ ഞാൻ ഇന്ന് രാവിലെ വിളവെടുത്ത് പോയി. ഇത് കുഞ്ഞ് തക്കാളി പഴുത്തത്, അതെനിക്ക് വിത്തിന് വെച്ചതാ. ഇത് കപ്പ ചാക്കിൽ നട്ടത് കണ്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച നമുക്ക് ഇങ്ങനെ മണ്ണ് കൂട്ടാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താക്കണമെന്ന് അറിയാം, ചാക്കിൽ കരിയില കുത്തി നിറച്ചിട്ട് കപ്പ നട്ട്. ഞാൻ വിളവെടുത്തത് കുറേ എൻ്റെ വീഡിയോ ഉണ്ട്, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്, കിഴങ്ങുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്താ അറിയോ, എൻ്റെ ചീരച്ചേമ്പ് ശരീരത്തിന് എത്ര ഹൃദയാരോഗ്യത്തിനും ഷുഗറുള്ളവർക്കും പ്രഷറുള്ളവർക്കും ഒക്കെ ഫസ്റ്റാണ് ഈ ഒരു ചീരച്ചേമ്പ്. ഇതൊന്നും ഞാൻ വിളവെടുക്കുന്നില്ല, കണ്ടമാനം വിളവെടുത്ത് നാശാക്കുന്നില്ല. ഇത് ചൊറിയില്ല എന്നെല്ലാവരും ചോദിക്കൂ. ചൊറിയില്ല എന്ന് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഇതിന് വിത്തുണ്ടാവില്ല സാധാ ചേമ്പിനെ പോലെ കേട്ടോ. അടിയിൽ വേര് പൊട്ടി മുളച്ചിട്ട് തൈ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാകുന്നത് അതല്ല. പിന്നെ ഇതെന്താ അറിയോ, ഇതെൻ്റെ പൊന്നാങ്കണ്ണി. ഈ പൊന്നാങ്കണ്ണി ഞാൻ എന്തിനാ അറിയാം എങ്ങനെ ചെയ്തത്. ഇപ്പോൾ ജീവികളൊന്നും മൂത്രമൊഴിക്കണ്ട, പിന്നെ മണ്ണ് തെറിക്കണ്ട, പിന്നെ നമുക്ക് റാഹത്തായിട്ട് കട്ട് ചെയ്ത പൊന്നാങ്കണ്ണീൻ്റെ പ്രത്യേകത പറയണ്ടല്ലോ. അപ്പോൾ ഇത് സ്ഥലമില്ലാത്തവർക്കൊക്കെ നല്ലൊരു ഐഡിയ കേട്ടോ ഇത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഞാൻ ഇതൊക്കെയാണ് ആസ്വദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കിപ്പോൾ 24 മണിക്കൂർ പോരാ, അത്രക്കും തിരക്കിലായിപ്പോയി. ജീവിതം ഒരു എൻഗേജ്മെൻറ്റ് ഭയങ്കര തിരക്കിലായിപ്പോയി. ഇത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ സംഭവം അറിയോ, എൻ്റെ കറിവേപ്പില ചെടി. ഈ ചെടി മൊത്തം അങ്ങോട്ട് ചുരുക്കി ചില ഒന്നിനും പറ്റാണ്ടായി. എന്നിട്ട് ഞാൻ എന്താക്കിയെന്നറിയാം, അതങ്ങ് കട്ട് ചെയ്ത്, ഇതെല്ലാം കട്ട് ചെയ്ത് ഇലയൊക്കെ പോക്കിയിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊക്കെ ഒഴിച്ചപ്പോൾ രണ്ടാമതുണ്ടായത് നോക്ക്. ഞാൻ എനിക്കുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചിരുന്ന കേട്ടോ. അവിടേക്ക് 4 അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് സ്ഥലമില്ല അധികം ഒന്നും, അപ്പോൾ ഉള്ള സ്ഥലത്ത് ഞാൻ തിങ്ങിപ്പോയി. അങ്ങനെ സ്ഥലവും ഇല്ല, ഭയങ്കര നടാൻ ആഗ്രഹവും. ഞാൻ ഇവിടുന്ന് അങ്ങോളം ഞാൻ തക്കാളി, പിന്നെ നിത്യവഴുതന, തക്കാളിയൊക്കെ ഉഷാറായി പൊന്തി വരുന്നുണ്ട്. കുറേ വിളവെടുത്ത് കഴിഞ്ഞതാ. ഇതൊക്കെ പുതിയത് ചെടി എനിക്ക് അപ്പുറത്തെ പറമ്പിലാണ് കൂടുതലുള്ളത്. അവിടുന്ന് ഞാനെല്ലാം വിളവെടുക്കുക. ഇതിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കാണിക്കുന്നത്. അത് ഒന്ന് താന്നപ്പോൾ ഒന്ന് പിടിച്ച് കെട്ടി കൊടുത്ത് അതൊരു വാടി പോലെ തോന്നുന്നത്. ഇനി ഞാൻ എൻ്റെ കാന്താരി കാണിച്ചു തരാം.
ഇതാണ് എൻ്റെ കാന്താരി. എൻ്റെ കാന്താരി കായ്ച്ച നോക്ക്. കാന്താരി കായ്ച്ച. ഇതെന്താ സംഭവം അറിയോ? ഇതാണ് തക്കാളിക്കൊട്ട. മീൻകൊട്ടയും തക്കാളിക്കൊട്ട എന്താണിത്. ഇതിൽ ഞാൻ മണ്ണ് നിറച്ചിട്ട് ചുറ്റും ഞാൻ പൊന്നാങ്കണ്ണി അങ്ങ് നടുക്ക് കാന്താരിയും എല്ലാവർക്കും കിട്ടും. ഇഷ്ടം പോലെ മണ്ണ് കിട്ടണമല്ലോ. കരിയില കമ്പോസ്റ്റ് കേട്ടോ, കൂടുതൽ കരിയിലയാ. എന്നിട്ട് നന്നായിട്ട് കായ്ച്ചു കണ്ടോ. കായ്ച്ചത് ഇതെല്ലാം കായ്ച്ച് പിന്നെ ഇതാ കാന്താരിയാ. പിന്നെ നോക്ക്, ഞാൻ നിങ്ങൾക്ക് വേറൊരു ഐഡിയ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താ പറഞ്ഞാൽ ഇത് വിജയിച്ചിട്ടാണ്. ഇതെൻ്റെ ബീറ്റ്റൂട്ട് എനിക്ക് കറി വെക്കാൻ വാങ്ങിയ കടയിൽ നിന്ന്. എന്നിട്ട് കറി വെച്ചതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് നട്ടതാ. അത് ആ നട്ടിലുണ്ടാകുന്നത് കണ്ടോ. 3 എണ്ണേ ഇതിൽ പറ്റുള്ളൂ. അവിടെ 3 എണ്ണ നട്ട്. അതുകൊണ്ട് നല്ല ഈ ഇലയും നമുക്ക് കറി വെക്കാൻ പോലും. ഞാൻ വെച്ചില്ല, ഉഷാറായിട്ടുണ്ടായി വരുന്നുണ്ട്. നമുക്ക് ഒരു വാഴയൊക്കെ വെക്കാം. അതൊക്കെ ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയിട്ട് തളർന്നിരിക്കേണ്ട ആവശ്യമല്ല. ഒരു കന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുഴി കുഴിച്ചിട്ട് ഒരു കന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോൾ നിറയെ കന്ന് വരും. ആ കന്ന് പിരിച്ച് കുഴിച്ചിട്ട് അതിന് വലിയ ആരോഗ്യമൊന്നും വേണ്ട. അങ്ങനെ നട്ടിട്ടുണ്ടായി നോക്ക്. നല്ല ഒരു കൊല കൊത്തിക്കഴിഞ്ഞതാട്ടോ. രണ്ടാമതുണ്ടായതിന് കുറച്ചൊക്കെ ഒരു കേട് തുടങ്ങിയിട്ടുണ്ട്. ഷെയ്പ്പൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അത് പഴുത്തു. ഇനി അത് വെട്ടാൻ പോകുക കേട്ടോ. അത് ഏത് സമയത്താണ് കിട്ടുന്നത്? നല്ല വേനൽക്കാലം എന്നല്ല, ഇപ്പോൾ ചൂടായിട്ട് പഴം പഴുത്തത് നിന്നാൽ കൊതിയാവുക. ജ്യൂസ് അടിക്കുക എന്തെല്ലാം ചെയ്യുക. അപ്പം ഞാൻ ആ കോലൊന്ന് വെട്ടട്ടോ. വെട്ടുമ്പോൾ എനിക്ക് എന്തായാലും താങ്ങ് വേണം, ആൾ വേണം. നടാൻ നല്ല സൂപ്പറായിട്ട് നടു. അപ്പം ഞാൻ കയറെടുത്ത് കെട്ടി അങ്ങോട്ടേക്ക് വലിച്ചിട്ടുണ്ട്. അതിനൊക്കെ ആളുണ്ട് കേട്ടോ. ഞാനിവിടെ വിട്ട് കൊടുക്കട്ടെ. അപ്പാടങ്ങ് വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ നിറച്ച് ഞാൻ നട്ടതാ. അത് പോയി പോവും. അപ്പോൾ ഞാൻ വെട്ടാൻ നോക്കട്ടെ കേട്ടോ. വാഴയ്ക്ക് വല്ലാത്തൊരു പ്രത്യേകത, ഭയങ്കര ഹൈറ്റും വണ്ണും ഉറപ്പും ഒക്കെയാട്ടോ. നമ്മൾ വിചാരിച്ച മോഡലല്ല. ഇപ്പോൾ ഒരു വെട്ടങ്ങ് വെട്ടിക്കഴിഞ്ഞ് കയറുകൊണ്ട് വലിക്കാന്ന് വിചാരിച്ചിട്ടാ. വെട്ടട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഭയങ്കര ഒരു കയറുകൊണ്ട് കെട്ടിയതാ. ഇതിലേക്ക് കെട്ടിയിട്ട് അത് വലിച്ചു വെക്കട്ടെ കേട്ടോ. അവിടെ വെട്ടീനല്ലോ. അങ്ങനെ വലിച്ചിട്ടപ്പോൾ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വന്നിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. എപ്പോഴും വിജയിക്കുമോ? എന്താ ഒരു വാഴൻ്റെ മേലൂടെ മറ്റേ വാഴ വീണിട്ട് അതും അങ്ങ് പൊട്ടി വീണ്. ഇത് നോക്ക്, ഇതൊന്ന് കൊത്തട്ടെ കേട്ടോ. ഇത് അടിപൊളി കൊലയൊക്കെ അടിപൊളിയാണ്. കുറച്ച് റിസ്ക് എടുത്ത് എൻ്റെ ഏലത്തിൻ്റെ മേലൂടെയൊക്കെ യാതൊരു ശ്രദ്ധയില്ലാണ്ട് ഇവർ വീണത്. ഇതാ പഴുത്തിട്ടുണ്ട്. ഒരു കൊല കൊത്തിയെ കണ്ടല്ലോ. ഇവിടെ കൊത്തുക എന്നൊക്കെ പറയാം കേട്ടോ. അത് അവിടെ വെട്ടിവെച്ച്. വേറൊന്നും ഇതാ, ഇത് പൂവനാട്ടോ. ഇത് അടിപൊളിയാണ്. ഇത് വലിപ്പം കുറഞ്ഞാലെന്താ നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെ ഓരോന്നെങ്കിലുമൊക്കെ നട്ടുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കുകയില്ല. അങ്ങനെ ഇപ്പം നമുക്ക് വേനൽക്ക വെറുതെ ഇരിക്കാത്തത് കൊണ്ട് കൂടം കണ്ടോ. നല്ല പൂവൻകൊല, മൈസൂർ കൊല എല്ലാം കിട്ടി. ഞാൻ ഇതും കൂടെ ഒന്ന് വെട്ടട്ടോ. ഇത് പിന്നെ പ്രയാസമല്ല, വലിച്ചിങ്ങോട്ട് എടുത്താൽ മതി. ഇങ്ങോട്ട് എടുത്തതാ. വയറൊക്കെ അവിടെ ഉണ്ട്. നല്ലൊരു ഇത് എളുപ്പമാണ്. ഇതിന് വലിയ പ്രയാസം ഉണ്ടായില്ല. ഇതൊക്കെ എടുത്തോട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അടിപൊളി. കണ്ടില്ലേ, അടിപൊളി. പിന്നെ ഞാൻ 2 കൊല കുത്തി. എന്ത് രസമല്ലേ ഇതൊക്കെ കാണുമ്പോൾ. ഇങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ മുരടിച്ച് ഒരു പണിയും എടുക്കാണ്ടെന്നാൽ. ഇതിനൊന്നും വലിയ ഭാരം ഉണ്ടായില്ല. കൊത്താൻ കുറച്ച് പ്രയാസപ്പെട്ടു കേട്ടോ. എന്നാലെന്താ, നമ്മൾ ഈ വേനൽക്ക് ഒരു പൂവനും കിട്ടി, ഒരു ഇത് കണ്ടോ. ഇത് ജാതി മരം. ഞാൻ എല്ലാം ഓരോന്ന് നടും കേട്ടോ. ഇതെൻ്റെ ഫ്രൂട്ട്സ് തോട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ എൻ്റെ ഈ പറമ്പിൽ ഓരോന്ന് നട്ട്. ബട്ടർ നട്ട്, റംബൂട്ടാൻ നട്ട്, ഏലം നട്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വലുതായി കായ്ക്കണ്ട ജാതി, മാങ്കോസ്റ്റീൻ എല്ലാം നട്ടു കേട്ടോ. ജാതി ഉണ്ടായി കണ്ടോ. ജാതിയൊക്കെ വീണിതാ. കുറച്ചൊക്കെ ഞാൻ പറിച്ചിട്ടു കേട്ടോ. എന്നിട്ട് എനിക്കൊന്ന് പെറുക്കട്ടെ. ഈ ജാതിയില്ലേ, ജാതി ഈ മഞ്ഞ ഭാഗം നമുക്ക് അച്ചാറിടാം. ഉള്ളിലുള്ളത് ഉണക്കി നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടോ ഇത്? ഇപ്പോൾ ഓരോന്ന് നമ്മൾക്ക് ഇങ്ങനെ വിളവ് കാണുമ്പോൾ, നമ്മൾ ഉണ്ടാകുന്നത് കാണുമ്പോൾ, പൂവിടുന്നത് കാണുന്നതൊക്കെ എന്ത് രസമാണെന്നറിയോ. നമ്മൾ വീണ്ടും ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെയൊക്കെ തന്നെ നമുക്ക് വിശ്രമ ജീവിതം ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഈ ഇതിലോട്ടൊന്ന് ഇറങ്ങി നോക്കി വെറുതെ നിൽക്കുന്നവരോട് ഞാൻ പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്. വെറുതെ ഇരിക്കാണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം ഓരോ നട്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാനിതെല്ലാം എല്ലാം പെറുക്കിയിട്ട് കാണിച്ചു തരാം. ഇതാ
ഇത്രയും കിട്ടി, ഹാപ്പി ആയിട്ടോ. ഇനി കുറച്ച് പെറുക്കിയ കുണ്ടച്ചുണ്ട് വീട്ടിൽ. ഇതാ കണ്ടില്ലേ? നിങ്ങൾക്ക് കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെന്താ ചെയ്യൽ നിങ്ങൾ എന്നുള്ളതൊക്കെ. ഇത് എൻ്റെ ഏലം. ഏലം നോക്ക്, ഏലെല്ലാം പൂവിട്ട് മേലോട്ട് 2 തരം ഏലുണ്ട്. രണ്ടൊന്നുമല്ല, കുറേ തരം ഉണ്ടാവും, എനിക്കറിയുന്നതാണ് ഞാൻ പറയുന്നത്. ഇത് മേലോട്ടേക്ക് കണ്ട പൂവിട്ടത്. ഇതിന് നമുക്ക് നല്ല വെയിലൊന്നും വേണ്ട, തണലത്ത് ഉണ്ടാകുന്ന ചെടിയാണ് ഇത്. അപ്പോൾ നമുക്ക് നനവ് കൊടുത്താൽ ഇടയ്ക്ക് മണ്ണ് കുട്ടി കൊടുത്താൽ നല്ലോണം ഉണ്ടാവും. കണ്ടോ, കുറേ ഞാൻ വെട്ടി പൂക്കി, ചെടികൾ വല്ലാണ്ട് വളർന്ന് ആകാശം മുട്ടുന്നു. കണ്ടോ, ഒരു സ്ഥലത്തൊന്നും അല്ല, കുറേ സ്ഥലത്ത് ഞാൻ ഏലം നട്ടിട്ടുണ്ട്. എനിക്ക് ഏലം കുറേ വിളവെടുക്കാനുണ്ട്. ഇതാണല്ലോ എൻ്റെ വെറുതെ എൻ്റെ വിശ്രമ ജീവിതം. ഞാൻ ഇങ്ങനെയാണ് ഉല്ലാസാക്കുന്നത്. ഇതാ മൊത്തം ഇരുമ്പംപുളി, ഞങ്ങളെ നാട്ടിൽ ഇതിന് എരങ്ങാപുളി എന്നാണ് പറയുക കേട്ടോ. ഓർക്കാപുളി എന്നൊക്കെ പറയുന്നവരുണ്ട്. നിറയെ ഉണ്ടായിരുന്നു, ഇവിടുന്ന് തൊട്ടുണ്ടായിരുന്നു. ഈ ചെടീൻ്റെ പ്രത്യേകത, കായ്ക്കാണെങ്കിൽ ചെടി കാണാണ്ട് കായ്ക്കും, ഭ്രാന്ത് പിടിച്ച പോലെ ഉണ്ടാവും. ഇനി ഞാൻ മേലത്തെ കുറച്ച് പറിക്കട്ടെ. ഇത് കൂടുതൽ കഴിക്കരുത്, കഴിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിയെ ബാധിക്കാനൊക്കെ പറയുന്നേക്കുണ്ട്. ഞാൻ ചെറുപ്പത്തിലേ കഴിക്കാറൊക്കെ ഉണ്ട്. കറിയിലിട്ടിട്ട് നമ്മളെ വീടാകുമ്പോൾ എല്ലാം വേണം. പുളി വേണം, ഫ്രൂട്ട്സ് വേണം, പച്ചക്കറി വേണം, പൂക്കൾ വേണം, എല്ലാം വേണം. ഇതാ ഞാൻ ഇത് വിളവെടുക്കട്ടെ. കുറേ അങ്ങ് അടിച്ചിട്ടാൽ മേലോട്ട് കയറാൻ കയ്യൂര. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും അച്ചാറിടാനും ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ടേ. എത്രയാണ് ഉള്ളത്, ഞാൻ കുറേ പേർക്ക് കൊടുക്കും അച്ചാറിടാൻ വേണോന്ന് ചോദിച്ചിട്ട്. അടുത്ത എന്താ ഞാൻ വിളവെടുക്കുന്നതെന്നറിയോ? കാച്ചിൽ. ഈ കാച്ചിലില്ലേ, പിന്നെ നിലത്ത് കുഴി കുഴിച്ചിട്ടാണല്ലോ എല്ലാവരും നടല്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുഴിച്ച് തരാൻ ആളില്ല. നമുക്കിപ്പോൾ അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്തു, ഇപ്പം എന്ത് ചെയ്യും, നമുക്കാണെങ്കിൽ കാച്ചിൽ കിട്ടിയും വേണം. അങ്ങനെ ഞാൻ ചാക്കിൽ കാച്ചിൽ നട്ടി. ഇതൊക്കെ കണ്ടോ, ഇത് രണ്ടാമത് മുളച്ചുണ്ടാവുക. ഇതാ അപ്പോൾ ഇതൊന്നും ഞാൻ വിളവെടുത്തില്ല. ഞാൻ ഒന്ന് വിളവെടുത്ത് നോക്കട്ടെ കേട്ടോ. കാച്ചിൽ ഇങ്ങനെ നട്ടാൽ നമ്മൾ തന്നെ മതി വിളവെടുക്കാനും എല്ലാം. ചാക്കിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇതൊന്ന് മറിച്ചിട്ട് നോക്കട്ടെ കേട്ടോ. നല്ല വലിപ്പമുണ്ട്. ഇതാ ഇത് കിട്ടുന്നുണ്ടല്ലോ. അത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അതാ ഇതാ, ഓ ഇതാ കാച്ചിൽ. ഞാൻ മറിച്ചിടണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. കാച്ചിൽ ഇതിൻ്റെ അടിയിൽ ഇനിയും ഉണ്ട്. നോക്കട്ടെ ഇതിൻ്റെ അടിയിലുണ്ടോ എന്നുള്ളത്. കരിയിലിട്ടുണ്ടാക്കിയതാ. എൻ്റെതെല്ലാം കരിയില. ഓ ഇതാ ഇതും കിട്ടി. ഇത് മതിയല്ലോ. ഇനി ഞാൻ എന്താക്കുമെന്നറിയോ? ഇവിടെ കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്തിട്ട് മുളപ്പിക്കാൻ വെക്കും. ഇത് ഞാൻ കൂട്ടും. അങ്ങനെ വേറെയും പിന്നെ കാച്ചിൽ വിളവെടുത്തൊക്കെ ഉണ്ട്. ഇതാണ്ടോ, ഇതൊക്കെ വേറൊന്നില്ല, മുള വന്ന് ഇതാ വേറൊന്ന് വിളവെടുത്തായിരുന്നു. ഇതാ വേറെ ഇതാ മുളക്കുന്നു, ഇവിടെ ഇതാ മുളക്കുന്നു. നമുക്ക് ചാക്കിൽ നട്ടാൽ മതി, നന്നായിട്ട് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം എങ്ങനെയാണ് ആസ്വാദ്യമാക്കുന്നത്, നല്ല ഉഷാറാക്കുന്നത് എന്നുള്ളത് ഞാനിപ്പം കാണിച്ച് തന്നല്ലോ. എനിക്ക് റിട്ടയർമെൻറ്റ് ജീവിതം പെരുന്നാളായി മാറിയിട്ടുണ്ട്. എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എനിക്ക് തിരക്ക് പിടിച്ച പണിയാണ്. റെസ്റ്റ് എന്താ അറിയുന്നില്ല. നല്ല ഭാരിച്ച പണിയൊന്നുമില്ല കേട്ടോ. അതൊക്കെ ചെറിയ ചെറിയ പണികളാണ്. നമുക്ക് ഞാൻ അധ്യാപികയാണ് കേട്ടോ. അധ്യാപികയായിട്ടാണ് റിട്ടയർഡ് ചെയ്ത്. ഞാൻ സ്കൂളിൽ നിന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത് കുട്ടികളാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത് ചെടികളാണ്, നിറയെ ചെടികളാണ്. ആ ചെടികളെ പരിപാലിച്ച് ഇങ്ങനെ പോകുന്നൊരു പ്രത്യേക രസമാണ്. പിന്നെ നമുക്ക് ശുദ്ധവായു കിട്ടും, നമുക്കൊരു പോസിറ്റീവ് എനർജി, ആരോഗ്യം കിട്ടും, വ്യായാമമാണ്. അതിനൊക്കെ പുറമെ വിഷരഹിത പച്ചക്കറി നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. ഞാൻ കുറച്ചേ വിളവെടുത്തുള്ളൂ ഈ കൊല്ലം. ഇപ്പം നിങ്ങൾ വിചാരിക്കൂ, ഇത്രയും വിളവെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാന്നുള്ളത് അല്ലേ? അപ്പോൾ ഇത്രയും വിളവെടുത്ത് ഞാൻ ഇതിൻ്റെ 5% എടുക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാം വിതരണമാണ്. ഓരോരുത്തർക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ എന്നോട് ആരെങ്കിലും ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാമെന്നറിയോ? എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ചെടികൾ നടുക, എന്നിട്ട് അതിന് വിളവെടുക്കുക, വിളവെടുത്തിട്ട് എൻ്റെ ആവശ്യം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് അങ്ങ് വിതരണം ചെയ്യുക. ഞാൻ അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കണ്ടോ, ഞാൻ ഇത്രയും എന്ത് രസമാണ് ഇതൊക്കെ കാണുമ്പോൾ. നമ്മളൊരു ചെടി നട്ടാൽ മതിയല്ലോ, ഒരു തളിര് വരുന്നത് കണ്ടാൽ മതി, നമുക്ക് ഹാപ്പിയാണ്. വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാവണം എന്നൊന്നുമില്ല ജീവിതത്തിൽ രസം കിട്ടാൻ, അത് മതി. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയവർ മാത്രമല്ല, പ്രായമായ എല്ലാവർക്കും നല്ല ഐഡിയ, എങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ എടുക്കുക. വലിയ കൃഷിയൊന്നും വേണ്ട, കുഞ്ഞു കുഞ്ഞു കൃഷി എടുത്ത് മെല്ലെ മെല്ലെ വലുതായിക്കോളൂ. ഞാൻ
അധ്യാപികയായിട്ടാണല്ലോ റിട്ടയർമെൻറ്റ് ചെയ്ത്. എൻ്റെ അധ്യാപക ലോകത്ത് ഞാൻ ആ കാലത്ത് പണിയെടുക്കുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് കുട്ടികളായിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ എൻ്റെ മുമ്പിലുള്ളത് കുറേ ചെടികൾ, പൂച്ചെടികൾ, പച്ചക്കറികൾ. ഞാനതിൽ ഹാപ്പിയാണ്, ആനന്ദം കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് രസമായിട്ട് ആസ്വദിച്ച് പോകണമെങ്കിൽ നമുക്ക് കുടുംബം നല്ല ഹാപ്പി ആയിരിക്കണം കേട്ടോ. കുടുംബത്തിന് സപ്പോർട്ട് വേണം. കുടുംബത്തിൽ നമ്മളെ മക്കൾ തന്നെ നല്ല ഉഷാറായി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് മതി നമ്മളെ ജീവിതം തകരാൻ. അപ്പോൾ അൽഹംദുലില്ലാ എനിക്കാകെ 2 ആൺമക്കളാണുള്ളത് കേട്ടോ. 2 ആൺമക്കൾ എന്താക്കണം എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അവരാഗ്രഹം ചോദിക്കാണ്ട് തന്നെ എൻ്റെ മോനെ എനിക്ക് ഡോക്ടറാക്കണോ, 2ാമത്തെ മോനെ നേഴ്സാക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അൽഹംദുലില്ലാ ഇന്ന് എൻ്റെ മോന് ഓർത്തോ MD ആയി പഠിച്ചു. മൂത്തോൻ്റെ ഭാര്യയും ഡോക്ടറാണ്, ഗൈനക്കാണ്. 2ാമത്തെ മോന് BSc നഴ്സിംഗ് കഴിഞ്ഞ് PG കഴിഞ്ഞ് ഗൾഫിൽ ഗവൺമെൻറ് ജോലിയാണ്. 2ാമത്തെ മോൻ്റെ ഭാര്യ ടീച്ചറാണ് ദുബായിൽ തന്നെ. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ആകുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് എനർജിയും നമുക്ക് ആവേശവും ഉഷാറും ഒക്കെ വരുന്നത് കേട്ടോ. ഒന്ന് തല തിരിഞ്ഞാൽ മതി നമ്മളെ ജീവിതം മൊത്തം തിരിയും കേട്ടോ. അത് ഇതിൽ കൂട്ടി പറയേണ്ടതാണ്. പിന്നെ ഹസ്ബൻഡ് പോസ്റ്റ് മാഷാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം അങ്ങനെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നു. ഇന്നത്തെ വിളവെടുപ്പ് കണ്ടല്ലോ. വലിയൊരു മൈസൂർ കൊല, ഒരു പൂവൻ കൊല, ഇരുമ്പൻ പുളി, കുരുമുളക്, നീളമുളക്. ഇതെന്താ അറിയോ, ഇത് എൻ്റെ നീളമുളക് ചെടിമന്ന് തന്നെ ഉണങ്ങിയിട്ട് ഞാൻ പറിച്ച് വെച്ചത്, അത് നിങ്ങളെ കാണിക്കാൻ വെച്ചതാ കേട്ടോ. വഴുതിന, പച്ചച്ചീര, ചുവന്നച്ചീര ഒന്നും വിളവെടുത്തില്ല. പിന്നെ ക്യാബേജ് 2 വിളവെടുത്തുള്ളൂ. ജാതിക്ക, കാച്ചിൽ, പൂവൻകൊല, ഇതിൻ്റെ അടുക്കുണ്ടല്ലോ നിത്യവഴുതിന, തക്കാളി 2 വിളവെടുത്തുള്ളൂ. ഇതിന് അപ്പുറത്തെ പറമ്പിലാണുള്ളത്. ഇത്രയും ഇഷ്ടപ്പെട്ടോ, ഞാൻ ഇത്രയാണ് വിളവെടുത്ത്. അപ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഞാൻ എങ്ങനെയാണ് ആസ്വാദ്യമാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല, ലൈവായിട്ട് കാണിച്ചു തന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.